ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വന്ന മിദ്യാന്യർക്കെതിരെ പട നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത നേതാവായിരുന്നു ഗിദെയോൻ. മിദ്യാന്യരുടെ സൈനിക ശക്തി 1,35,000 ആയിരുന്നു. എന്നാൽ ഗിദെയോന്റെ സൈനിക ബലം കേവലം 32,000 മാത്രമായിരുന്നു. ഈ അപര്യാപ്തത ഗിദെയോന് അസ്വസ്ഥതയുണ്ടാക്കി. പക്ഷേ ദൈവം പറഞ്ഞു, ഗിദെയോനെ, നിന്നോടൊപ്പമുള്ള സൈന്യം അധികമാണ്, അത്രയും ആവശ്യമില്ല. രഥങ്ങളിലും കുതിരകളിലും സൈന്യബലത്തിലും ആശ്രയിച്ച ഇസ്രായേൽ ജനം യഹോവയോട് കരഞ്ഞപേക്ഷിച്ചു. ന്യായാധിപന്മാർ 6-ാം അധ്യായം. ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിദ്യാന്യർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവ പറഞ്ഞു, ഈ യുദ്ധത്തിന് 300 യോദ്ധാക്കൾ മാത്രം മതി. 300 യോദ്ധാക്കൾ. 1,35,000 സൈന്യങ്ങളെ നേരിടുവാൻ 300 പേർ. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ജനങ്ങൾ അത്ഭുതപ്പെട്ടു. യഹോവയോട് കൂടെയുള്ള 300 പേർ 1,35,000 പേരെക്കാൾ പ്രബലരും ശക്തരുമാണെന്ന വിസ്മയ സത്യം അവർക്ക് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ആകുലപ്പെട്ടത്. 1 + God is always a majority. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അതിന് എത്ര പേർ വേണമെന്ന് തീരുമാനിക്കുന്നത് യഹോവയാണ്. യുദ്ധം ചെയ്യാതെ യുദ്ധത്തിൽ ജയിച്ച അനുഭവവും ഇസ്രായേലിനുണ്ട്. പ്രതിസന്ധികളെ നേരിടുമ്പോൾ സ്വന്തം കായിക ശക്തിയിലും ബാങ്ക് ബാലൻസിലും ഭൗതിക വിഗ്രഹങ്ങളിലും ആശ്രയിക്കുന്നത് മനുഷ്യന്റെ ഒരു പൊതു ബലഹീനതയാണ്. എന്റെ കഴിവും പ്രയത്നവും കൊണ്ട് ജയിക്കണം, അതിന്റെ ക്രെഡിറ്റ് എന്റേതുമായിരിക്കണമെന്ന നിർബന്ധം പലർക്കുമുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് പകരം സെലിബ്രിറ്റികൾക്കും സംഘടനകൾക്കും ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും മഹത്വം കൊടുക്കുന്ന പ്രവണതയാണ് പലപ്പോഴും വിശ്വാസികളിൽ കണ്ടുവരുന്നത്. വിലപ്പെട്ട വഴിപാടും സ്വന്തം ആത്മീയ അനുഷ്ഠാനങ്ങളും കൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങിയെന്ന് ചിന്തിക്കുന്ന വിശ്വാസികളാണ് അധികവും. മാനവും മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം സ്വയത്തിനും ഭൗതിക സങ്കേതങ്ങൾക്കും കൊടുക്കുന്നത് ദൈവനിഷേധമാണ്. അത്ഭുതകരമായി ദൈവം നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയാത്ത മനുഷ്യരെപ്പറ്റി യെശയ്യാ പ്രവാചകന്റെ വാക്കുകളിലൂടെ ദൈവം പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 10-ാം അധ്യായം 15-ാം വാക്യം. വെട്ടുകാരനോട് കോടാലി വൻപ് പറയുമോ? അറുക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദണ്ണ് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയുമാണ് അത്. യെശയ്യാ 10-ാം അധ്യായം 15-ാം വാക്യം.
സകലവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന പരമസത്യം അഹങ്കാരികൾ ഒരിക്കലും തിരിച്ചറിയില്ല. അതറിഞ്ഞാലും അവർ സമ്മതിക്കുകയുമില്ല. ജീവിത പ്രതിസന്ധികളിൽ ഇസ്രായേൽ മക്കളെപ്പോലെ പലരും നിസ്സഹായരായി ദൈവത്തെ വിളിച്ചു കരയും. ദൈവത്തിൽ നിന്ന് വിടുതലും മോചനവും സ്വീകരിക്കുന്ന പലർക്കും ദൈവത്തോട് നന്ദി പറയാനുള്ള വിനയമുണ്ടാകാറില്ല. സ്വയത്തിൽ അധിഷ്ഠിതമായ അഹങ്കാരമാണ് ഇതിന്റെ പിന്നിലെ കാരണം. പ്രതികൂലതകളെ തടുത്തു മാറ്റിയതും അടഞ്ഞ വാതിലുകൾ തുറന്നതും മരുഭൂമിയിൽ സാധ്യതകളുടെ നീരുറവുകൾ ഒഴുക്കിയതുമൊക്കെ കർത്താവിന്റെ കരങ്ങളാണ്. അഹങ്കാര മനസ്സിന് ഈ പരമസത്യം അംഗീകരിക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് അവർക്ക് ദൈവമഹത്വം ദർശിക്കുവാനും അതിന്റെ സന്തോഷം അനുഭവിക്കാനും സാധിക്കാറുമില്ല. നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനും സന്തോഷത്തിനും സുരക്ഷിതത്വത്തിനും മെഗാ പ്രോജക്റ്റുകളും അൺലിമിറ്റഡ് റിസോഴ്സുമൊക്കെ ആവശ്യമാണെന്ന ചിന്ത ഒരിക്കലും നമുക്ക് സ്വസ്ഥതയും സംതൃപ്തിയും തരില്ല. വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ് എന്ന സദൃശവാക്യക്കാരന്റെ ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. സമ്പത്തിന്റെ ആധിക്യത്തിലല്ല ജീവനിരിക്കുന്നത്. ദൈവത്തിന്റെ സഭ ലോകത്തിന്റെ വിളക്കാകാൻ ഭൗതിക സമ്പന്നതയും ആൾക്കൂട്ടവും ആത്മീയ ആർഭാടങ്ങളുമൊന്നും ആവശ്യമില്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ദൈവശക്തിയിലുള്ള ഉറച്ച വിശ്വാസത്തോടും ആശ്രയബോധത്തോടും നിർമ്മല സുവിശേഷം പങ്കുവച്ചാൽ മതി. ലോകം കീഴ്മേൽ മറിയും. നമ്മെ എതിർക്കുവാൻ അണിനിരക്കുന്ന ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ ശത്രുനിരകൾ എത്രയുമായിക്കൊള്ളട്ടെ, അവരുടെ കെണികളും തന്ത്രങ്ങളും രഹസ്യ നീക്കങ്ങളും എത്ര നിഗൂഢങ്ങളുമായിക്കൊള്ളട്ടെ, നമ്മൾ അതൊന്നും കണ്ടു ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രതിരോധത്തിന് മുതിരേണ്ടതുമില്ല. അബ്രഹാം പിതാവിനെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് ചുവടുവെച്ച് നമ്മൾ പറഞ്ഞാൽ മതി. എന്താണ് പറയേണ്ടത്? യഹോവ ഈരെ, ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. 91-ാം സങ്കീർത്തനം. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ച് അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു രക്ഷിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമുക്ക് പ്രത്യാശയും സുരക്ഷിതബോധവും തരട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.